അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. എന്നാൽ എൻ്റെ ദേവന്മാരെ മോഷ്ടിച്ചത് എന്തിന്? അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. തൻ്റെ അമ്മായിയപ്പനായ ലാബാൻ യാക്കോബിനോട് പറയുന്ന വാക്കുകളാണിത്. 20 വർഷക്കാലം ലാബാൻ്റെ 2 മക്കൾക്കായും തൻ്റെ സ്വന്തം കുടുംബത്തിനായും രാപ്പകലില്ലാതെ മരുഭൂമിയിൽ വെയിലും ശീതവും അനുഭവിച്ച് കഷ്ടപ്പെട്ടെങ്കിലും യാക്കോബിൽ ലാബാൻ സന്തോഷിച്ചില്ല. ലാബാൻ തൻ്റെ സ്വന്തം മധുരം കൊണ്ട് തന്നെ പറയുന്ന ഒരു വാക്കാണ് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്രകാരമാണ് ലാബാൻ അവനോട്, നിനക്കെന്നോട് ദയ ഉണ്ടെങ്കിൽ പോകരുത്, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഇത് ലാബാൻ മാത്രമല്ല, യാക്കോബ് മനസ്സിലാക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ 2 പേരും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. യാക്കോബിൻ്റെ ദൈവം യാക്കോബ് മുഖാന്തരം ലാബാനെ അനുഗ്രഹിച്ചു, ഇതാണ് വിഷയം. എന്നാൽ ലാബാൻ്റെ തന്ത്രങ്ങൾ എല്ലാം ശ്രദ്ധ വെച്ച് കാണുന്നവനായ ദൈവം, തന്ത്രങ്ങളിലൊന്നും വശമില്ലാത്ത, അതുമല്ലെങ്കിൽ തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ഭയമായ യഹോവയെ ഭയപ്പെടുന്ന യാക്കോബ് ലാബാനെതിരെ ഒരു തന്ത്രവും പ്രയോഗിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടപ്പോൾ യാക്കോബിന് വേണ്ടി ചില കാര്യങ്ങൾ ദൈവം അനുവദിച്ചു കൊടുത്തു. പുള്ളിയും മറുകും ഉള്ളത് യാക്കോബിൻ്റെ അവകാശമാകുമെന്ന് ലാബാൻ പറഞ്ഞാൽ ആരോഗ്യമുള്ള ആടുകൾ പുള്ളിയും മറുകും ഉള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഇപ്രകാരം ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. എന്നാൽ യാക്കോബ് മൂലം തന്നെ അനുഗ്രഹിച്ച ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ ലാബാൻ്റെ മുഖം വാടി എന്ന് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ് യാക്കോബ് ആളയച്ച് റാഹേലിനെയും ലേയയെയും വയലിൽ നിന്നും തൻ്റെ ആട്ടിൻ കൂട്ടത്തിൻ്റെ അടുക്കൽ വിളിപ്പിച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങളുടെ അപ്പൻ്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെയല്ല എന്ന് ഞാൻ കാണുന്നു. എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും. തന്നെയുമല്ല, നാം മുഖാന്തരം ദൈവം മറ്റുള്ളവരെയും അനുഗ്രഹിക്കും എന്ന് ഈ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അപകടം എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ് റാഹേൽ തൻ്റെ അപ്പനുള്ള വിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രഹവിഗ്രഹവും മോഷണവും രണ്ടും ഒരേ സമയം ചെയ്ത പാപമാണ്. അനുഗ്രഹത്തിന് തടസ്സമായ 2 പാപങ്ങൾ. യാക്കോബിൻ്റെ ദൈവം വിഗ്രഹങ്ങളെ വെറുക്കുന്നവനാണ്. ലാബാൻ്റെ ദൈവം വിഗ്രഹത്തിൽ കൂടി വെളിപ്പെടുന്നവനാണ്. യാക്കോബിൻ്റെ ദൈവം സത്യദൈവമാണ്. ലാബാൻ്റെ ദൈവം സ്വഭാവത്താൽ ദൈവമല്ലാത്ത ദൈവമാണ്. ലാബാൻ സാത്താന നിഴലാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഗ്രഹവിഗ്രഹവുമായി പോകുന്ന റാഹേലിനെ ലാബാൻ പിന്തുടരുകയാണ്. ആ വിഗ്രഹം എടുത്തില്ലായിരുന്നുവെങ്കിൽ ലാബാൻ യാക്കോബിനെ പിന്തുടരുവാൻ യഹോവ സമ്മതിക്കുകയില്ലായിരുന്നു. കാരണം ദൈവം ലാബാൻ്റെ ഹൃദയത്തിൽ ഭീതി അയക്കുമായിരുന്നു. സുക്കോത്തിൽ ചെന്ന് താമസമാക്കിയ യാക്കോബിൻ്റെ 2 പുത്രന്മാർ ദീനയ്ക്ക് വേണ്ടി ഒരു വലിയ സംഹാരം നടത്തിയപ്പോൾ യാക്കോബിനെ പിന്തുടരാതെ വണ്ണം ദൈവം സുക്കോത്ത് നിവാസികളുടെ ഇടയിൽ ഭീതി അയച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് യാക്കോബിൻ്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നത്. അതിപ്രകാരമാണ്, അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിന് അരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. എന്നിട്ടാണ് അവർ യാത്ര പുറപ്പെടുന്നത്. യാക്കോബും പുത്രന്മാരും യഹോവയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും നീക്കിക്കളഞ്ഞപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തി ജനത്തെ പിന്തുടരാതെ വണ്ണം ശത്രുക്കളുടെ ഇടയിൽ ഭീതി അയച്ചു എന്നതാണ്. ഇവിടെ നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ, നമ്മെ അനുഗ്രഹിക്കുവാൻ കർത്താവ് സന്നദ്ധനാണ്. അവനതിന് കഴിയും. എന്നാൽ അവന് കഴിയാത്ത കാര്യങ്ങളുണ്ട്. പാപത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല.
ശാപം നിങ്ങളിൽ നിന്നും നീക്കാഞ്ഞാൽ എനിക്ക് നിങ്ങളോടുകൂടെ വസിപ്പാൻ കഴിയുകയില്ല എന്ന് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോശുവ 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിയമം ലംഘിച്ചിരിക്കുന്നു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ജീവിച്ചാൽ ശാപഗ്രസ്തരായി തീരുകയും സാത്താൻ നമ്മെ പിന്തുടരുകയും ചെയ്യും. നമ്മുടെ അനുഗ്രഹങ്ങൾ കൈവശമാക്കുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നത് അപ്പോഴാണ്. ലാബാൻ യാക്കോബിനെ പിന്തുടർന്നത് അവൻ്റെ ഗൃഹബിംബത്തെ റാഹേൽ മോഷ്ടിച്ചതുകൊണ്ടാണ്. എന്നാൽ സുക്കോത്ത് നിവാസികൾ യാക്കോബിനെ പിന്തുടരാതിരുന്നത് അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞതിനാൽ ദൈവം ഭയം അയച്ചതുകൊണ്ടാണ്. ഇതിൽ നിന്നെല്ലാം നമുക്കുള്ള ഗുണപാഠം ദൈവം വെറുക്കുന്ന കോപം, ഈർഷ്യ, പക, പിണക്കം തുടങ്ങിയ ദൈവം ഇഷ്ടപ്പെടാത്ത ഏതു പാപം നാം ചെയ്താലും സാത്താൻ നമ്മെ പിന്തുടരും എന്ന് തന്നെയാണ്. ആകയാൽ ദൈവം ബൈബിളിൽ അരുതെന്ന് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സാത്താൻ നമ്മെ പിന്തുടരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ദൈവം നമ്മോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം വചനം വായിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരും വചനം അനുസരിക്കുന്നവരുമായി ജീവിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജ്യോതിഷികളെ പോലെ തിളങ്ങാം. ദൈവവചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സീക്കിംഗ് ഗൈഡൻസ് ഫോർ ലൈഫ് എന്നാണ് അർത്ഥം. ബൈബിൾ വായിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കണ്ടെത്തി അത് അനുസരിക്കുന്നതിനെയാണ് ദൈവവചനം ധ്യാനിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്രകാരം നിത്യജീവൻ പ്രാപിക്കുവാൻ ആവശ്യമായ ദൈവകൽപ്പനകൾ ബൈബിൾ വായിച്ച് കണ്ടെത്തി അതിന് പ്രകാരം ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം നദി പോലെ ഒഴുക്കി കൊടുക്കണമേ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. പൈതങ്ങളെ അങ്ങ് വളർത്തണമേ. വിവാഹപ്രായമായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിവാഹം എത്രയും വേഗം അങ്ങ് നടത്തി കൊടുക്കണമേ. തക്കതായ തുണകൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണമേ. അന്ത്യത്തോളം അങ്ങയുടെ വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികൾ പോലെ ഈ ഭൂമിയിൽ തിളങ്ങുവാനും മരണശേഷം നിത്യജീവൻ അവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.